ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല. ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന കറിവേപ്പിലയും കോൺക്രീറ്റ് തറയിലാണ് ഞാനിത് വളർത്തുന്നത്. അതിന് കൊടുക്കുന്ന വളവും ഇത്രയും തിക്കായിട്ട് വളരാൻ ഞാൻ ചെയ്യുന്ന വളവും അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒന്ന് സപ്പോർട്ട് കൂടെ തരിക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് ഞാൻ വളർത്തുന്ന കറിവേപ്പില. ഇത് ആദ്യം ഇവിടെ ഒരു കല്ല് കെട്ടായിരുന്നു, കല്ലുകൊണ്ട് കെട്ടിയതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കിളിച്ച് വന്ന ഒരു കുഞ്ഞു കറിവേപ്പിലയായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു പൈപ്പൊക്കെ വെച്ച് കൊടുത്ത് ഇപ്പോൾ ഇതേപോലെ നല്ല പൊക്കത്തിന് വളർന്ന് വന്നിട്ടുണ്ട്. അതിന് ഞാൻ പ്രത്യേകിച്ച് വേറെ വളം ഒന്നും ചെയ്യുന്നില്ല. ഇതിൽ കിളയ്ക്കാനോ മണ്ണിളക്കി കൊടുക്കാനോ വേറെ വളമൊക്കെ ചെയ്യാനോ, വളം ചെയ്താൽ പട്ടു പോകുമെന്നുള്ളൊരു പേടിയുണ്ട്. വേറെ ഒരു വളവും ഞാൻ ചെയ്യുന്നില്ല. ഈ കോൺക്രീറ്റ് തറയിൽ തന്നെയാണ് ഇത് ആദ്യം ഈ ഇൻ്റർലോക്ക് ചെയ്തപ്പോഴാണ് ഇത് കോൺക്രീറ്റ് ചെയ്തെടുത്തത്. ആദ്യം ഒരു കൽക്കെട്ടായിരുന്നു. എന്നിട്ട് നല്ല രീതിയിൽ എനിക്ക് കറിവേപ്പില എത്ര ഉണക്കിലും നല്ല രീതിയിൽ എനിക്ക് ഞാൻ ഈ വളമാണ് ആകെ ചെയ്യുന്നത്. കഞ്ഞിവെള്ളം കൊണ്ടുള്ളൊരു വളപ്രയോഗമാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഇത് 2 ദിവസം ഇരുന്ന് പുളിപ്പിച്ചെടുത്ത കഞ്ഞിവെള്ളമാണ്. 1 കപ്പ് കഞ്ഞിവെള്ളത്തിന് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ച് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്ത് നേർപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ഗ്ലാസ് തൈരാണ്. നിങ്ങൾ വീട്ടിലുള്ള പഴയ തൈരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പഴയ തൈര് അത് ഞാൻ എപ്പോഴും ചെയ്യാറില്ല. മാസത്തിലൊരു 2 പ്രാവശ്യമാണ് ഇതേപോലെ തൈരൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ തന്നെ കൊടുക്കുന്നത് കഞ്ഞിവെള്ളം ഒന്ന് പുളിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നതാണ്. വേറെ ഒരു രീതിയിലുള്ള വളമില്ല. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ വൈകിട്ട് ഉണക്കൊക്കെ ഉള്ള സമയത്ത്, നല്ല ഉണക്കുള്ള സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ വേറെ ഒരു വളവും ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ടും എത്ര നല്ല ഉണക്കിൽ എനിക്ക് നല്ല രീതിയിൽ കറിവേപ്പില കിട്ടുന്നുണ്ട്. ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കിത് ഇനി ഇതുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെൻ്റെ വീട്ടിലെ പുറകുവശത്താണ് ഈ കറിവേപ്പില മരം നിൽക്കുന്നത്. വീട്ടിൻ്റെ ബാക്ക് ഭാഗത്ത്, അടുക്കളയുടെ ഭാഗത്ത്. ഇത് മുമ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തതിൻ്റെ പാടയൊക്കെയാണ് അതിൽ കിടക്കുന്നത്. നമുക്ക് ഈ വെള്ളം അതിലോട്ട് നേരിട്ട് തന്നെ ഇതിലൊഴിച്ചു കൊടുക്കാം. വേറെ കിളയ്ക്കാനോ വേറെ വളമൊക്കെ ചേർക്കാനോ ഒന്നും പറ്റത്തില്ല. നിങ്ങൾക്ക് മണ്ണിൽ നട്ടിരിക്കുന്ന കറിവേപ്പിലേക്ക് ഇതേപോലെ കഞ്ഞിവെള്ളം ചേർത്തുള്ള ഒരു വളം ചെയ്ത് കൊടുത്താൽ കറിവേപ്പിലേക്ക് ഏറ്റവും നല്ലതാണ്. വേറെ വളമൊന്നും ആവശ്യമില്ല. നിങ്ങൾ മണ്ണിൽ നട്ടിരിക്കുന്ന കറിവേപ്പിലേക്ക് ഇതേപോലെ ചെയ്താൽ നല്ല പുഷ്ടിയോടുകൂടി തന്നെ കറിവേപ്പില നമുക്ക് കിട്ടുന്നതാണ്. അത്രയും പെട്ടെന്ന് തന്നെ അത് താന്ന് പിടിച്ചിട്ടുണ്ട് മണ്ണിൽ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതേപോലെ ഈ അരി പിടിക്കും പൂത്ത് വരുമ്പോഴത്തേക്ക് തുടക്കത്തിലേ തന്നെ ഇത് അരിയാവുന്നതിന് മുമ്പേ നുള്ളുന്നെങ്കിൽ അതാണ് നല്ലത്. ഇതേപോലെ നുള്ളി എടുത്ത് കളയാം, അല്ലെങ്കിൽ അവിടെ കൊണ്ട് കുരുട്ടിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ കാ പിടിച്ച് വരുമ്പോഴേ നുള്ളി കളയുന്നതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പൂത്ത് വരുമ്പോഴേ ഇത് നിൽക്കുന്ന ആ ഭാഗം കൊണ്ട് ചിലപ്പോൾ കുരുട്ടിച്ച് പോവും. മിക്കവാറും ഇതേപോലെ എടുത്ത് കളഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. കുരുട്ടിക്കാതിരിക്കും. പിന്നെ നമ്മൾ കറിവേപ്പില ഒടിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഉരിഞ്ഞെടുക്കരുത്. കറിവേപ്പില ഉരിഞ്ഞെടുത്ത് അവിടെ കൊണ്ട് പട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഇതേപോലെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇത് ഉരിഞ്ഞെടുത്തത്. നമ്മൾ കത്രിക വെച്ചോ പിച്ചാത്തി വെച്ചോ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഇതുള്ളതായിട്ട് ഇതുപോലെ കതിർപ്പായിട്ട് എടുക്കാതിരിക്കുക. ഇതുപോലെ ഒടിച്ചെടുക്കുക, അല്ലെങ്കിൽ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് കറിവേപ്പില എടുക്കാനുള്ളത്. അവിടെ നിന്ന് പിന്നെ വേറെ മുള വന്ന് നമുക്ക് ഒത്തിരി കറിവേപ്പില തിക്കായിട്ട് കിട്ടുന്നതാണ്. ഇതേപോലെ മുമ്പ് എടുത്തതിലുള്ള ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ പൊടിച്ചെടുത്തപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്ത തൈ ഇതുപോലെ കറിവേപ്പില ഇതേപോലെ മുള വന്ന് പിടിച്ച് വരുന്നതാണ്. ഒരിക്കലും ഇങ്ങനെ ഇതേപോലെ ഉരിഞ്ഞെടുക്കാതിരിക്കുക. കറിവേപ്പില എടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ മണ്ണിൽ നട്ടിരിക്കുന്ന കറിവേപ്പിലയ്ക്ക് ഇതേപോലെ വളം ചെയ്ത് കൊടുക്കുക. നല്ല ഫലഭൂയിഷ്ടം, നല്ല പുഷ്ടിയോടൊരു കറിവേപ്പില കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടെ തരിക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.